പശ്ചിമേഷ്യയിൽ സംഘർഷമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിൽ LPG സിലിണ്ടർ ക്ഷാമമുണ്ടാകുന്നത്? ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഏകദേശം 20% കടന്നുപോകുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഹോർമുസ് കടലിടുക്കുകളിലൂടെയുള്ള ഷിപ്പിംഗ് തടസ്സപ്പെട്ടതിനാൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന LPGയുടെ 70%-ത്തിൽ കൂടുതൽ ഇവിടുത്തെ ഷിപ്പുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ LPGയുടെ വില വർദ്ധിച്ചു. 2026 മാർച്ച് 7 മുതൽ ഡൊമസ്റ്റിക് LPG സിലിണ്ടറിന് ഏകദേശം 60 രൂപ വരെയും കൊമേഴ്ഷ്യൽ സിലിണ്ടറിന് 115 രൂപ വരെയും വർദ്ധിച്ചു. സർക്കാർ എടുത്ത തീരുമാനം എന്തെന്നാൽ ഗാർഹിക ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ വീടുകളിലേക്കുള്ള ഗ്യാസ് വിതരണത്തിന് മുൻഗണന നൽകുന്നു. ഗൃഹോപകരണ LPGയിൽ വലിയ പ്രശ്നമില്ലെങ്കിലും ഹോട്ടൽ പോലത്തെ ബിസിനസ്സുകളിൽ ഇത് വലിയ പ്രശ്നമുണ്ടാക്കിയേക്കാം. ഈ തീരുമാനം ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങി വലിയ വാണിജ്യ സ്ഥാപനങ്ങളെ ഗുരുതരമായി ബാധിച്ചു. സിലിണ്ടറുകളുടെ കുറവ് മൂലം പല റെസ്റ്റോറന്റുകളും പൂട്ടേണ്ടി വരുമെന്ന് ആശങ്കപ്പെടുന്നു. ഇതിൽ സർക്കാർ എടുത്ത നടപടി എന്തെന്നാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പെട്രോ കെമിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവ ഗ്യാസ് നിർമ്മാണത്തിനായി തിരിച്ചുവിട്ട് LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ റിഫൈനറികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റീഫിൽ പരിധി സിലിണ്ടർ പൂത്തിവയ്പ് തടയുന്നതിനായി പുതിയ ബുക്കിങ്ങിനുള്ള സമയം 21 ദിവസത്തിൽ നിന്ന് 25 ദിവസമായി വർദ്ധിപ്പിച്ചു. നിലവിൽ ആവശ്യത്തിന് ഗ്യാസ് കരുതൽ ശേഖരം ഉണ്ടെന്ന് സർക്കാർ പറയുന്നുവെങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുകയാണെങ്കിൽ ഊർജ്ജ വിതരണ ശൃംഖലയിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകും. ലോകം ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.